ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രയംഫ് അച്ചീവേഴ്സ് ചാനൽ ബൈ അരുൺ. എല്ലാവരുടെയും ആഗ്രഹം പോലെ ചൂടിനെയൊക്കെ ശമിപ്പിച്ചുകൊണ്ട് മഴ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് മഴക്കാലം ആണ്. ഈ മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് കൊച്ചു കുട്ടികൾ തുടങ്ങി വലിയ ആൾക്കാർക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. എന്നാലും മഴക്കാലമൊക്കെ ആയത് കാരണം മഴയെ ഓർമ്മിച്ചുകൊണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നതിനായിട്ടൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മഴയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ? പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. സൂര്യന്റെ ചൂടേറ്റ് ഭൗമോ ഉപരിതലത്തിലെ ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് മേഘങ്ങളാകുന്നു. ഈ മേഘങ്ങൾ ഘനീഭവിച്ച് വെള്ള തുള്ളികളായി ഭൗമോ ഉപരിതലത്തിൽ പതിക്കുന്നതാണ് മഴ എന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജലമായിട്ടല്ലാതെ ഐസായി മഴയുണ്ടാകും. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും അതിനോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലും മഴയോടൊപ്പം ചില സമയത്ത് ഐസ് കഷണങ്ങളും വീഴാം. അപ്പോ പണ്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ ഇവയെ നമ്മൾ ആലിപ്പഴം എന്നൊക്കെ ആണ് വിളിക്കാറുള്ളത്. ഈ മഴ മുഴുവനായും ഭൗമ ഉപരിതലത്തിൽ എത്താത്ത സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ താഴേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ അന്തരീക്ഷത്തിലെ വരണ്ട വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ നീരാവിയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ വേപ്പറൈസേഷൻ നടക്കുന്നു അവിടെ. ഇങ്ങനെ ഒരു തുള്ളി പോലും താഴേക്ക് വീഴാത്ത മഴയെ വിർഗ എന്ന് വിളിക്കുന്നു. ചൂടുള്ള വരണ്ട മരുപ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസം കാണപ്പെടുന്നത്. നമ്മുടെ മരങ്ങളും ചെടികളും ഒക്കെ മഴ പെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. മരങ്ങളും മറ്റ് ഉയരമുള്ള സസ്യങ്ങളും മേഘങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനായിട്ട് വളരെയധികം സഹായിക്കുന്നു. തീരപ്രദേശങ്ങളിൽ സമുദ്രത്തിൽ നിന്നും വീശുന്ന കാറ്റ് കരയിലെ നീരാവിയുമായി ചേർന്ന് മഴ പെയ്യിക്കാറുണ്ട്. എന്നാൽ സമുദ്രതീരത്തിൽ നിന്നും അകലെയുള്ള പ്രദേശങ്ങളിൽ മഴയ്ക്കുള്ള കാരണം ഇതല്ല കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ചിറാപുഞ്ചിയിലാണ് കേട്ടോ. ശരാശരി 11,430 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തുന്നു ആ പ്രദേശത്തിൽ. അപ്പോ ഈ അറിവ് നിങ്ങൾക്ക് പുതിയൊരു അറിവായിട്ട് കേട്ടിട്ടുള്ളവർ ആണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തുക. ഈ ഒരു വിവരണം ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ് ട്രയംഫ് അച്ചീവേഴ്സ് ചാനൽ ബൈ അരുൺ. ബൈ.